ഓർഡർ. റൂൾ 50 അടിയന്തര പ്രമേയം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയ കാരണം കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ മുതുകാട് വളയത്ത് ജോസഫ് ആത്മഹത്യ ചെയ്തതുമൂലം ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന പ്രമേയം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ PC വിഷ്ണുനാഥ്, KPA മജീദ്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി C കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി. സർ, സംസ്ഥാനത്തെ പാവങ്ങൾക്ക് അർഹതപ്പെട്ട പെൻഷൻ മുടങ്ങിയിട്ട് 5 മാസമായി എന്നാണ് നോട്ടീസിൽ ആരോപിച്ചിരിക്കുന്നത്. എല്ലാ സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും പെൻഷൻ കൊടുക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കാണ് സർക്കാർ ആദ്യ മുൻഗണന നൽകിയിട്ടുള്ളത്. ഡിസംബറിൽ 1 മാസത്തെ പെൻഷൻ നൽകി, നവംബറിലും 1 മാസത്തെ പെൻഷൻ നൽകിയിരുന്നു. ആഗസ്റ്റിൽ ഓണത്തിൻ്റെ സമയത്ത് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ചാണ് സർ ഇദ്ദേഹം ഉൾപ്പെടെ എല്ലാവർക്കും കിട്ടിയിരുന്നത്. സർ, പേരാമ്പ്ര മുതുകാട് ഭിന്നശേഷിക്കാരനായ ശ്രീ വളയത്ത് ജോസഫ് ജനുവരി 23-നാണ് ആത്മഹത്യ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്കെല്ലാം ദുഃഖകരമായൊരു കാര്യമാണ്. ക്ഷേമ പെൻഷൻ നൽകാത്തതിനാൽ ആത്മഹത്യ ചെയ്തു എന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. ഇദ്ദേഹം ചക്കട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് എഴുതിയ കത്ത് ചൂണ്ടിക്കാട്ടിയാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള വാർത്തകൾ പ്രചരിച്ചത്. സംഭവം മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിച്ചു സർ. നവംബർ 9-നാണ് അദ്ദേഹത്തിൻ്റെ ഇങ്ങനൊരു കത്ത് നൽകിയത്. അദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പി പാപ്പച്ചൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നാമം. വളയത്ത് ജോസഫ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഈ കത്ത് നൽകിയത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് ജനുവരി 23-നാണ് സർ. ഈ ആത്മഹത്യക്ക് കാരണമായത് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തത് മൂലമാണെന്ന് തെളിയിക്കുന്ന ഒരു വസ്തുതയും ഉയർന്നു വന്നിട്ടില്ല. മറിച്ചുള്ള വസ്തുതകളാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കത്ത് കൊടുത്തത് നവംബർ 9-നാണ്. അതിനുശേഷം നവംബർ മാസത്തിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട്, ഡിസംബർ മാസത്തിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ആ പെൻഷൻ കഴിഞ്ഞ് അടുത്തൊരു പെൻഷൻ ഡ്യൂ ആവുന്ന സമയം പോലും ആയിട്ടില്ല. അപ്പം അങ്ങനൊരു കാര്യമാകുമ്പോൾ അടിസ്ഥാനരഹിതമാണ്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് പത്രപ്രവർത്തകരുമായൊരു സംസാരിക്കുന്ന സമയത്ത് അവർ തന്നെ പ്രമുഖമായൊരു പത്രത്തിൻ്റെ പ്രവർത്തകൻ പറഞ്ഞു, ഇങ്ങനൊരു വാർത്ത വന്നിരുന്നു, ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അതിൽ വസ്തുതയില്ലെന്ന് മനസ്സിലായി എന്ന് അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ട് ചെയ്തതല്ല. അപ്പം അങ്ങനെ അവർ തന്നെ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഇല്ല, 5 മാസമായിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഈ തൊട്ട് മുമ്പത്തെ ഡിസംബറിലും അതിനു മുമ്പത്തെ മാസവും പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വസ്തുതാപരമായൊരു കാര്യമല്ല. എങ്ങനെയോ തെറ്റിദ്ധരിച്ചിട്ടാണ്, ആത്മാർത്ഥതയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും ഈ നോട്ടീസ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതനുസരിച്ചിട്ട് ഈ അടിയന്തര പ്രമേയമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. എന്തായാലും ഇത് വസ്തുതാവിരുദ്ധമാണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല സാർ. ശ്രീ PC വിഷ്ണുനാഥ്. സാർ, ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സാമൂഹ്യ പെൻഷൻ എന്ന ഒരാശയം, ആ ആശയത്തിന്റെ രൂപത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ R. ശങ്കർ ആദ്യം നടപ്പിലാക്കുമ്പോൾ ഇതായിരുന്നു അതിന്റെ മുൻപിലുണ്ടായിരുന്നത്. സർ, അത് ജനങ്ങൾക്ക് ഭരണകക്ഷി അല്ലെങ്കിൽ സർക്കാർ നൽകുന്ന ഔദാര്യമല്ല, സർക്കാർ നിറവേറ്റുന്ന ഭരണഘടനാപരമായ ബാധ്യതയാണ്. അത് ജനങ്ങളുടെ അവകാശമാണ്. ആ പൗരാവകാശത്തെ രാജഭരണകാലത്ത് പ്രജകൾക്ക് ലഭിക്കുന്ന ഔദാര്യം പോലെ ചിത്രീകരിക്കുന്ന ഒരു PR നരേറ്റീവ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ കണ്ടുവരികയാണ് സാർ. ആ ഭരണഘടന ബാധ്യത നിറവേറ്റാൻ ഉത്തരവാദിത്തമുള്ള ഭരണകർത്താക്കളെ ഔദാര്യം നൽകുന്ന രാജാക്കന്മാർക്ക് സമന്മാരാക്കുന്ന ഒരു PR നരേറ്റീവ്, ഇത് ഞങ്ങളുടെ ഒരു ഔദാര്യമാണ് അല്ല, ഇത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്, ജനങ്ങളുടെ അവകാശമാണ്. സാറ് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇവിടെ എല്ലാ നികുതിയും വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു, ജനങ്ങൾ വീട്ടുകരം വർദ്ധിപ്പിച്ചു, ജനങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾക്കെല്ലാം അതിന്റെ സർവീസ് ചാർജ് ഇരട്ടിയും 4 ഇരട്ടിയും ഒക്കെ ആക്കി. അപ്പോഴെല്ലാം ഇവിടെ പറഞ്ഞ ന്യായം എന്താണ്? ഇത് സാമൂഹ്യ പെൻഷൻ കൊടുക്കണം, അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ സഹിക്കണം. അതും പോരാഞ്ഞ് പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് ഏർപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് എന്താ? ഇത് സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത്. സാർ, അങ്ങനെ പറഞ്ഞിട്ട് ആ പണം പിരിച്ചെടുക്കുന്നുണ്ട്.
ഒരു വികലാംഗൻ അവന്റെ മുച്ചക്ര വാഹനത്തിൽ, ഒരു ഭിന്നശേഷിക്കാരൻ മുച്ചക്ര വാഹനത്തിൽ പെട്രോൾ പമ്പിൽ പോയി അവന്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഡീസൽ അടിക്കുമ്പോൾ, പെട്രോൾ അടിക്കുമ്പോൾ 2 രൂപ വാങ്ങുന്നുണ്ട്. പക്ഷെ അവന് 5 മാസം പെൻഷൻ കുടിശ്ശികയാണ്. ഇതാണ് ഈ സംസ്ഥാനത്തെ സാഹചര്യം. സാർ, ഇവിടെ ജോസഫിന്റെ മരണത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ദൗർഭാഗ്യകരമായ അദ്ദേഹത്തിന്റെ ആത്മഹത്യ, അദ്ദേഹം മന്ത്രി തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം തന്നെ നോട്ടീസ് കൊടുത്തിരുന്നു കളക്ടർക്ക്, പഞ്ചായത്ത് സെക്രട്ടറിക്ക്, അതുപോലെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക്. അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യുമെന്ന് നോട്ടീസ് കൊടുത്തപ്പോൾ തന്നെ അത് വാർത്ത വന്നതാണ്. അതിനുശേഷം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ 2 മാസത്തെ പെൻഷൻ എന്ന് പറഞ്ഞു. സാർ അങ്ങും പറഞ്ഞു 2 മാസം. അതേ സ്ട്രോക്ക് വന്ന് തളർന്ന ഒരാളാണ്. ഭാര്യ ഹൃദ്രോഗം വന്ന് മരിച്ച്, മകള് 47 വയസ്സുണ്ട്, ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ നേരിടുന്ന ഒരു കുട്ടിയാണ്. നോക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. അവിടെയും പണം കൊടുക്കേണ്ട സാഹചര്യം, പണവും കൊടുത്തിട്ടുണ്ട്. സാർ, 80 രൂപ വേണം അദ്ദേഹത്തിന് മുതുകാട് കവലയിലേക്ക് പോകാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും. ആ സാഹചര്യത്തിൽ ഈ കുടിശ്ശിക ലഭിക്കുന്ന പണം പോലും ജീവിത ചെലവിന് തികയില്ല. ആ കുടിശ്ശിക പൂർണ്ണമായും കിട്ടാത്ത സാഹചര്യത്തിൽ ജീവിതം വഴിമുട്ടിയപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമല്ല, ഈ നോട്ടീസ് കൊടുത്തല്ല സാർ, അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ സമീപത്തുണ്ടായിരുന്ന ഒരു മരുന്നിന്റെ ബോക്സിന്റെ പുറത്ത് ഈ പണം ലഭിക്കാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു, ഇതിന് സർക്കാരാണ് ഉത്തരവാദി എന്ന് എഴുതി വെച്ചിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്താൽ ഈ ആത്മഹത്യക്ക് പിന്നെ സർക്കാരല്ലാതെ, കേരള സർക്കാരല്ലാതെ തമിഴ്നാട് സർക്കാർ പ്രതിയാകൂ സാർ? അതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്നലെ മാതൃഭൂമിയിലെ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചു. അതിൽ പറയുന്നത് 600 രൂപ ക്ഷേമ പെൻഷൻ 18 മാസം ഉമ്മൻചാണ്ടി സർക്കാർ മുടക്കിയ കാലത്താണ് 1ാം പിണറായി സർക്കാർ വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സാർ, ഇവിടെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഈ സർക്കാരിന്റെയും അതിനെ നയിക്കുന്നവരുടെയും മുഖമുദ്രയാണ്. ഇവിടെ മരിച്ച ആളെ കുറിച്ച് പറഞ്ഞു, ഞാൻ അതിൽ അത്ഭുതപ്പെടുന്നില്ല. കാരണം ജീവിച്ചിരിക്കുന്ന ഒരു മറിയക്കുട്ടി, അവര് ഈ സാമൂഹ്യ പെൻഷന്റെ വിഷയം ഉയർത്തിയപ്പോൾ മറിയക്കുട്ടിക്ക് ലക്ഷങ്ങളുടെ ആസ്തി, മറിയക്കുട്ടിക്ക് അടിമാലിയിൽ 200 ഏക്കറിൽ 5000 രൂപ വാടകയ്ക്ക് വീടുണ്ട്, സ്വന്തമായി 2 വീടുണ്ട്, പഴമ്പള്ളിച്ചാലിൽ 1.5 ഏക്കർ ഭൂമിയുണ്ട്. മറിയക്കുട്ടിയുടെ മകള് വിദേശത്താണ്. സാർ, മറിയക്കുട്ടി വില്ലേജ് ഓഫീസിൽ പോയിട്ട് പറഞ്ഞു, ദേശാഭിമാനി കണ്ടെത്തിയ ആ ഭൂമി എനിക്ക് എന്റെ പേരിലാക്കി തരണമെന്ന് പറഞ്ഞു. കാരണം ദേശാഭിമാനി എനിക്ക് 1.5 ഏക്കർ കണ്ടെത്തി തന്നിട്ടുണ്ട്, പേരിക്കുട്ടി കരമടയ്ക്കാനാണ് എന്ന് വില്ലേജ് ഓഫീസറെ സമീപിച്ചപ്പോ ദേശാഭിമാനി പറഞ്ഞു തെറ്റുപറ്റി എന്ന് പറഞ്ഞു. സാർ, ഇങ്ങനെ നിങ്ങളെ എതിർക്കുന്നവരെ മുഴുവൻ, ആന്തൂരിലെ സാജന്റെ കാര്യം ഞാൻ പറയണ്ട, സാജന്റെ ഭാര്യയുടെ കാര്യം പറയണ്ടില്ലല്ലോ, ഇങ്ങനെ അധിക്ഷേപിക്കുന്ന നിങ്ങളുടെ ഒരു രീതിയാണ്. ഞാനതിൽ അത്ഭുതപ്പെടുന്നില്ല. സാർ, ഉത്തരവാദിത്തപ്പെട്ട ധനകാര്യമന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു, അങ്ങ് പറഞ്ഞ ഈ 600 രൂപ ക്ഷേമ പെൻഷൻ 18 മാസം കുടിശ്ശിക എന്ന് പറഞ്ഞു. സാർ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? ഈ 5 മാസത്തെ കുടിശ്ശിക മുടങ്ങിയതിനെ കുറിച്ച് ചോദിച്ചാൽ ഉടനെ ചാടി വരും. 18 മാസം പെൻഷൻ, ഇവിടെയും ചില ആളുകളെ അശരീരി മുഴങ്ങുന്ന ഞാൻ കേട്ടു. 18 മാസത്തെ കുടിശ്ശിക 600 രൂപ. നവകേരള സദസ്സിലെ മന്ത്രിമാര് രാജ്യം മുഴുവൻ പ്രസംഗിക്കുന്നുണ്ട്. ചില ബഹുമാനപ്പെട്ട മന്ത്രിമാർ. ഞാൻ ചോദിക്കട്ടെ, എന്റെ കയ്യില് തോമസ് ഐസക് M സ്വരാജിന് കൊടുത്ത ഒരു ചോദ്യം, അതിന് മറുപടിയുണ്ട്. M സ്വരാജിന് അദ്ദേഹം കൊടുത്തിരിക്കുന്നു 26/4/2014. സ്വരാജിന്റെ ചോദ്യം, കഴിഞ്ഞ സർക്കാർ എത്ര മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു? തോമസ് ഐസക്കിന്റെ മറുപടി, നവംബർ മുതൽ 2015 ജനുവരിയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ ഉണ്ട്. നവംബർ മുതൽ 2014 നവംബർ മുതൽ 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്. 3 മാസം എന്നല്ല, 4 മാസം. ശ്രീ M ദാസൻ സാർ, അതിനുശേഷം 29/6/2016 M ദാസന് കൊടുത്ത മറുപടിയിലും ഐസക് പറയുന്നു 2014 പിന്നെ 4 മാസത്തെ കുടിശ്ശിക. ഇത് എന്റെ കയ്യിലുണ്ട്. ഞാൻ സമയക്കുറവ് കൊണ്ട് ഇത് മൊത്തം വായിക്കുന്നില്ല. എന്ന് മാത്രമല്ല, കുടിശ്ശികയായിട്ട് 1000 കുടിശ്ശികയായിട്ട് 1000 കോടി രൂപ. ശ്രീ വിഷ്ണു പ്രസന്റ് ചെയ്തോ? ഇന്ററപ്ഷനിലെ വിഷ്ണു പ്രസന്റ് ചെയ്തോ? ഞാൻ പറയട്ടെ, പ്ലീസ് വിഷ്ണുവിന്റെ സമയം അപഹരിക്കണ്ട പ്ലീസ്. തോമസ് ഐസക്, ഞാൻ പറയട്ടെ സാർ, എന്റെ സമയം പോകരുത് സാർ. ശ്രീ വിഷ്ണു തോമസ് ഐസക് പറയുന്നു 1000 കോടി രൂപ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കുടിശ്ശികയായി കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു.
18 മാസത്തെ കുടിശ്ശിക 1000 കോടിയാണോ സാർ? അങ്ങേക്കും കണക്കറിയാലോ. ഇനി പിണറായി സർക്കാരിന്റെ ധവളപത്രം 2016 പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴുള്ള ധവളപത്രത്തിൽ സാമൂഹ്യ പെൻഷൻ കുടിശ്ശിക പറയുന്നു, അതിൽ പറയുന്നു 1000 കോടിയിൽ താഴെ. അപ്പോ ഐസക് സ്വരാജിന് നൽകിയ മറുപടി, ഐസക് ദാസന് നൽകിയ മറുപടി, ഈ ഗവൺമെന്റിന്റെ വൈറ്റ് പേപ്പർ. ഇനി അടുത്ത രേഖ 16-17 ബജറ്റ്, അതിലും പറയുന്നു 1000 കോടി രൂപ. ഞാൻ പറയട്ടെ സാർ, 18 മാസം കുടിശ്ശികയുണ്ടെങ്കിൽ 5 വർഷം 60 ഇൻസ്റ്റാൾമെന്റ് ആണ്. 16-21 മുതൽ 78 ഇൻസ്റ്റാൾമെന്റ് കൊടുത്തിട്ടുണ്ടാകണം. ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് ആ 16-21 78 ഇൻസ്റ്റാൾമെന്റ് ക്ഷേമ പെൻഷൻ കൊടുത്തതിന്റെ രേഖ ഈ നിയമസഭയിൽ വെക്കാമോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. 78 ഇൻസ്റ്റാൾമെന്റ് 16-21 ക്ഷേമ പെൻഷനായി ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് കൊടുത്തത് എന്നതിന്റെ രേഖ ഈ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാമോ? ഞാൻ അദ്ദേഹത്തോട് വിനീതമായി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. സാർ, എന്തിനാണ്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ 18 മാസത്തെ, ഞാൻ ഇതൊക്കെ കണക്കൊക്കെ പറഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ മെനക്കെട്ട് ആ കാലത്ത് പെൻഷൻ വാങ്ങിച്ച ഒരു ചേച്ചിയുടെ അതിന്റെ രേഖ നേരിട്ട് പോയി കളക്ട് ചെയ്തു. ചിറയൻകീഴ് പഞ്ചായത്തിലെ സരസ്വതി എന്ന് പറയുന്ന ചേച്ചി, അവര് 2016 ജനുവരിയിൽ അവർക്ക് 1200 രൂപ ഓൾഡ് ഏജ് പെൻഷൻ കിട്ടിയതിന്റെ രേഖ ഞാൻ മേശപ്പുറത്ത് വെക്കുകയാണ് സാർ. സാർ, 2000 ഇനി പാസ്ബുക്ക് ഉണ്ട് സാർ. 2015 നവംബറിലെ, 2016 ഡിസംബറിലെ, 2015 ഡിസംബറിലെ, 2016 ജനുവരിയിലെ ഒക്കെ ഈ കാലയളവിൽ നിങ്ങൾ കുടിശ്ശികയാണെന്ന് പറഞ്ഞ കാലയളവിൽ പെൻഷൻ കൊടുത്ത പാസ്ബുക്ക്, അതിന്റെ രേഖ 1200 രൂപ. ഞാനിനി പറയുന്നത് പോട്ടെ, ഈ OS അംബികയ്ക്ക് ഇപ്പോഴും ഉണ്ടല്ലോ ഈ സഭയിൽ. OS അംബികയ്ക്ക് ഈ മന്ത്രി ബാലഗോപാൽ മന്ത്രി കൊടുത്ത ഒരു മറുപടി ഉണ്ട്. OS അംബികയുടെ ചോദ്യമുണ്ട്, ഈ ക്ഷേമ പെൻഷനുകൾ കഴിഞ്ഞ കാലത്തെ കുടിശ്ശിക അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ വർധനവിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഞാൻ മൊത്തം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. 1/4/2013 ആരാ മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടി അല്ലേ? അന്ന് 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 2013 1100 2014 1200 രൂപയും. അതായത് ഞാൻ ഈ സരസ്വതി ചേച്ചിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇത് തെളിയിക്കുന്ന നിയമസഭാ ഉത്തരം ശ്രീ KN ബാലഗോപാൽ ഈ സഭയിൽ ഇപ്പോൾ അംഗമായിരിക്കുന്ന OS അംബികയ്ക്ക് കൊടുത്തതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട് സാർ. സാർ, നിങ്ങൾ എന്നിട്ട് പറയുകയാണ് ഈ പാപ്പച്ചൻ ജോസഫ് ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞാൽ മറിയക്കുട്ടി വാജ്പേയി എന്താണ് നരേന്ദ്രമോദിയുടെ അവിടെ പോയി പറഞ്ഞ ആളുകൾ, പിണറായി വിജയന്റെ കൂടെ സെൽഫി എടുത്ത ശോഭന പിറ്റേ ദിവസം നമ്മുടെ നാട്ടിൽ നിരച്ചെലവിന് വകയില്ലാതെ, മരുന്ന് വാങ്ങാൻ പണമില്ലാതെ 50 ലക്ഷം ആളുകൾ ദുരിതം അനുഭവിക്കുമ്പോ ഈ AC-യുടെ ശീതളിമയില് നമുക്ക് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയില്ല സാർ. അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഈ സഭയൊക്കെ എന്തിനാണ് സാർ? അത് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ ഈ നിയമസഭാ സമ്മേളനം സാർ, ഇവിടെ നവകേരളീയത്തിന് പണമുണ്ട് സാർ. സാർ, ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട സ്പീക്കർ, സാറ് മുഖ്യമന്ത്രിയുടെ സംഗീതം ഒഴുകുന്ന തൊഴുത്തിൽ 40 ലക്ഷത്തിന് പണിഞ്ഞിട്ട് അതിന്റെ മുമ്പിലെ ചാണകക്കുഴിക്ക് 3,72,000 രൂപ അനുവദിക്കുന്ന ഈ നാട്ടിലെ പാവപ്പെട്ടവന് അവന്റെ സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല സാർ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 3 പെൻഷൻ ഉണ്ടായിരുന്നു സാർ. 19 ഒരു സർക്കാർ ഉത്തരവ് അഗതി അനാഥാലയങ്ങളിൽ പെൻഷൻ കിട്ടുമായിരുന്നു സാർ. അവിടെ താമസിക്കുന്നവരുടെ പെൻഷൻ ഇല്ലാതാക്കി പെൻഷൻ ഇല്ലാതാക്കി സാർ. അതുകൊണ്ട് ഇത്രയും ഗുരുതരമായ പ്രശ്നം ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. നാളെ തന്നെ ഈ പാവങ്ങളുടെ സാമൂഹ്യ പെൻഷന്റെ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കാനുള്ള നടപടി സ്വീകരിക്കണം സാർ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സാർ, അദ്ദേഹം ഇങ്ങനൊരു കാര്യം ചർച്ച ചെയ്യുന്നതിന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ആവർത്തിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. എങ്കിലും ഇവിടെ ഒരു കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നല്ല കാര്യമായി. കാരണം
ഇത്തരം ഒരു വിഷയത്തെ സംബന്ധിച്ച് തന്നെയാണ് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞ വസ്തുതകൾ ചില വസ്തുതകളല്ല അദ്ദേഹം പറഞ്ഞതെന്ന് കാണിക്കുന്ന ചില കാര്യങ്ങൾ കൂടി കാണിക്കേണ്ടതുണ്ട്. സർ, ഈ വളയത്ത് ജോസഫ് ഒരു വർഷത്തിനിടയിൽ പെൻഷനും തൊഴിലുറപ്പ് കൂലിയുമായിട്ട് കൈപ്പറ്റിയത് കേരളത്തിലെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ നല്ലതാണ്. എത്രയാണെന്ന് അറിയുന്ന നല്ലതാണല്ലോ സാർ. 52,400 രൂപ ഈ ഒരു വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ തുകകൾ കൈപ്പറ്റിയത് ശ്രീ ജോസഫ് തന്നെയാണ്. തനിച്ച് താമസിക്കുന്ന അദ്ദേഹം 2023 മാത്രം 24,400 രൂപ പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. അവസാനമായിട്ട് പെൻഷൻ കൈപ്പറ്റിയത് ഡിസംബർ 27-നാണ്. സ്വന്തം പെൻഷനും മാനസിക വെല്ലുവിളി നേരിടുന്ന മൂത്ത മകൾ മേരിയുടെ പെൻഷനും ഉൾപ്പെടെ 3,200 രൂപയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കൈപ്പറ്റിയത്. നവംബറിലും ഒരു മാസത്തെ പെൻഷൻ തുക ഇവർക്ക് ലഭിച്ചിരുന്നു. ആഗസ്റ്റിൽ ഓണത്തിന് 2 മാസത്തെ പെൻഷൻ തുക 6,400 രൂപ ഒരുമിച്ച് കൈപ്പറ്റിയിരുന്നു. സർ, ജനുവരി 15 വരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോസഫ് പണിയെടുത്തിരുന്നു. ജനുവരി 3-ന് പേരാമ്പ്രയിലെ കനറ ബാങ്ക് ശാഖയിൽ നിന്നും 5,500 രൂപ കൂലി ഇനത്തിൽ കൈപ്പറ്റിയിരുന്നു. സർ, കഴിഞ്ഞ വർഷം 99 തൊഴിൽ ദിനങ്ങൾ ജോസഫ് പൂർത്തിയാക്കിയിരുന്നു. അംഗപരിമിതനെന്ന പ്രത്യേക പരിഗണനയിൽ, സർ അത് ശ്രദ്ധിക്കണം, അംഗപരിമിതനെന്ന പ്രത്യേക പരിഗണനയിൽ സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ തൊഴിലുറപ്പ് പണിക്കുള്ള സൗകര്യം പഞ്ചായത്ത് ഏർപ്പാടാക്കി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പണി എടുക്കാൻ പറ്റിയത്. 2023 ഏപ്രിൽ 1 മുതൽ 2024 ജനുവരി വരെയുള്ള കാലയളവിലായി തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂലി ഇനത്തിൽ 28,000 രൂപ ജോസഫ് കൈപ്പറ്റിയിട്ടുണ്ട്. സർ, വെള്ളിമാട് കുന്നിൽ സർക്കാർ ഗ്രാൻഡ് വാങ്ങി പ്രവർത്തിക്കുന്ന അഗതി മന്ദിരത്തിൽ കഴിയുന്ന മകൾക്ക് മാനദണ്ഡങ്ങൾ പ്രകാരം സാധാരണഗതിയിൽ ക്ഷേമ പെൻഷൻ അർഹതയില്ലായിരുന്നു. എങ്കിലും മാനുഷിക പരിഗണനയിൽ പെൻഷൻ തുടരുന്നുണ്ട്, അത് നിർത്തിയിട്ടില്ല. ഈ തുകയും ജോസഫാണ് കൈപ്പറ്റി ഉപയോഗിക്കുന്നത്. സർ, ജോസഫിൻ്റെ ആവശ്യപ്രകാരം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള നടപ്പാത ചക്കിട്ടപ്പാറ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം 5 ലക്ഷം രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത് നൽകി. സർ, ഒരാളോട് എങ്ങനെയാണ് നമ്മുടെ സർക്കാർ പെരുമാറുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പെരുമാറുന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അക്കാര്യം പറയുന്നത്. സാർ, കാലിന് സർ കാലിന് ശേഷിക്കുറവുള്ളതിനാൽ ജോസഫ് സർക്കാരിൻ്റെ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലും അംഗമാണ്. പഞ്ചായത്തിൻ്റെ അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ 10 കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി മുടങ്ങാതെ ലഭിക്കുന്നു. സർ, 1.5 ഏക്കർ ഭൂമി ഉൾപ്പെടെ സ്വന്തമായിട്ടുള്ള ജോസഫിന് ആത്മഹത്യയിലേക്ക് നയിക്കും വിധം ഉള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ ഭീഷണി കത്ത് ലഭിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അദ്ദേഹത്തിന്റെ കത്ത് ലഭിച്ചുടനെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അന്വേഷണം നടത്തുകയും വീട്ടുപറമ്പിലെ തൊഴിലുറപ്പ് തൊഴിൽ സൗകര്യം അടക്കം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. സർ, 3 ആത്മഹത്യാശ്രമങ്ങൾ അദ്ദേഹം മുൻപ് നടത്തിയിട്ടുണ്ട്. മരിച്ച ഒരാളെ പറ്റി വസ്തുതകൾ കേസ് വന്ന കാര്യം പറയേണ്ടി വരുന്നതുകൊണ്ടാണ് സാർ, നിങ്ങൾ അത് പറയിപ്പിക്കുന്നതാണ് സാർ. സാർ, നേരത്തെ 3 വട്ടം കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിലെത്തി ജോസഫ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്. ചക്കട്ടപ്പാറ വില്ലേജ് ഓഫീസിൽ 2016 മണ്ണെണ്ണയുമായി ജോസഫ് ആത്മഹത്യാ ഭീഷണി ഉയർത്തിയിരുന്നു. 2019 ജൂൺ 28-നും ജൂലൈ 29-നുമാണ് കളക്ടറേറ്റിലും വനം വകുപ്പ് ഓഫീസിലും സമാനമായ സംഭവം അരങ്ങേറിയത്. അങ്ങനെ 3 തവണ. സാർ, 1.5 ഏക്കർ ഭൂമിക്ക് പട്ടയം ലഭിക്കാത്ത വിഷയം പറഞ്ഞു. പറമ്പിൽ നിന്ന് തേക്കുമരം മുറിക്കുന്നതിന് അനുമതി നൽകണമെന്ന ആവശ്യവും ഉയർത്തിയായിരുന്നു ആത്മഹത്യാ ഭീഷണികൾ. സർ, 50 സെന്റ് ഭൂമിക്ക് ജോസഫിന് പട്ടയം ലഭിച്ചിരുന്നു. അതിനാൽ രണ്ടാമതൊരു പട്ടയം അനുവദിക്കുവാൻ നിയമ തടസ്സമുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. സർ, ഇതാണ് വസ്തുത. അപ്പം ഇങ്ങനെ എന്തായാലും അങ്ങനൊരു ആത്മഹത്യ ഉണ്ടാവുക എന്നുള്ളത് ആരായാലും എന്ത് കാരണമായാലും അങ്ങനെ ആത്മഹത്യയെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളെ നമ്മൾ ചെറുക്കണം. ഈ വസ്തുതകൾ പറഞ്ഞില്ലെങ്കിൽ, ആളുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ UDF LDF എന്നുള്ള വ്യത്യാസമില്ലല്ലോ, മനുഷ്യൻ്റെ ജീവനാണല്ലോ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളും പറയേണ്ടതാണ് എന്നുള്ളതുകൊണ്ടാണ്. സാർ, ഈ ടിയാൻ ആത്മഹത്യ ചെയ്തത് സംബന്ധിച്ചുള്ള പിന്നെ അവിടെ റിപ്പോർട്ട് കിട്ടി, പോലീസ് ആവശ്യമായ കേസെടുത്തിട്ടുണ്ട്. സാർ, പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ടിയാൻ ആത്മഹത്യ ചെയ്ത സ്ഥലത്തിന് സമീപത്തു നിന്നും ലഭിച്ച ഗുളിക ഇടുന്ന കവറിന് പുറത്ത് എഴുതിയിരുന്ന കുറിപ്പിൻ്റെ ആധികാരികത സംബന്ധിച്ച് അന്വേഷണം പ്രത്യേകം നടന്നു വരുന്നുണ്ടെന്നാണ്. അതായത് സാർ, അന്വേഷണം നടന്നു വരുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് വരട്ടെ സാർ. അതിനകത്ത് എഴുതിയേക്കുന്നത്. സാർ, ക്ഷേമ പെൻഷൻ്റെ സ്ഥിതി യാഥാർത്ഥ്യങ്ങളും എന്താണ് സാർ? സാർ, ഈ ഇന്ത്യയിൽ സാർവത്രികമായ ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയ ഏക സംസ്ഥാനം കേരളമാണ് സാർ. അത് അഗതികളും അശരണരുമായിട്ടുള്ളവർക്ക് കൈത്താങ്ങുന്ന നിലയിലാണ് ഇത് നടപ്പിലാക്കുന്നത്. സാർ, ഇവിടെ ഭരണഘടനയെ പറ്റി അങ്ങ് പറഞ്ഞല്ലോ, ഇവിടെ അവതാരകൻ പറഞ്ഞല്ലോ. സാർ, ഈ ഭരണഘടന വന്നിട്ട് എത്രയോ കാലമായി സാർ.
ഈ ഭരണഘടന വന്നിട്ട് അതിനകത്തെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇതുവരെ നിങ്ങളാരും നടപ്പിലാക്കിയതായിട്ട് കണ്ടില്ലല്ലോ. 1980 നയനാർ ഗവൺമെൻറ് കാലത്താണല്ലോ കർഷക തൊഴിലാളിക്ക് 45 രൂപ വെച്ചൊരു പെൻഷൻ ആരംഭിച്ചത്. അന്ന് സാർ ആ പെൻഷൻ ആരംഭിച്ചപ്പോൾ പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു പെൻഷനാണ്. ഇത് കൊടുക്കരുത് എന്ന് അതിശക്തമായ വാദം ഉന്നയിക്കുകയാണല്ലോ അന്നത്തെ UDFന്റെ നേതാക്കന്മാരെല്ലാം ചെയ്തത്. ഇത് രേഖകളിലുണ്ട് സാർ. ഇത് പ്രൊഡക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ് ചെയ്യുകയാണല്ലോ സാർ ചെയ്തത്. സാർ 1980 EK നായനാർ മുഖ്യമന്ത്രിയായ ശേഷം ഈ കർഷക തൊഴിലാളി പെൻഷൻ വന്ന അന്ന് 2.94 ലക്ഷം തൊഴിലാളിക്ക് 45 രൂപ വെച്ച് ലഭിച്ച പ്രതിമാസ പെൻഷൻ അതന്ന് തുടങ്ങി. വലിയ എതിർപ്പ് വന്നു, ഇത് നിർത്തുമെന്ന് പറഞ്ഞു. എന്തായാലും പിന്നീട് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വല്ലാതെ അറിയാവുന്ന അന്നത്തെ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും അതിനൊരു പരിഷ്കരണവും നടത്തിയില്ല. പിന്നീട് അത് അല്പം പരിഷ്കരിച്ചത് 1987 നായനാർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോഴാണ്. അപ്പോൾ 1987 വീണ്ടും അത് വർദ്ധിപ്പിച്ചു. അതിനുശേഷം വീണ്ടും വർദ്ധിപ്പിക്കാനായിട്ട് വീണ്ടും അന്നത്തെ UDF ശ്രമിച്ചില്ല. പിന്നീട് സാർ 2006 LDF ഗവൺമെൻറ് വരുന്നതിന് തൊട്ട് മുമ്പ് ആ സമയമായപ്പോഴേക്കും 110 രൂപയായിരുന്നു പെൻഷൻ, 120. 2006 ഇടത് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് ആ പെൻഷൻ 2.5 വർഷം അന്ന് കൊടുക്കേണ്ട പെൻഷൻ 2.5 വർഷം കുടിശ്ശിക വരുത്തിയിട്ടാണ് സാർ AK ആന്റണി സർക്കാർ അധികാരം ഒഴിഞ്ഞത്. സാർ ഈ 2.5 വർഷം എന്ന് പറഞ്ഞാൽ 30 മാസമാണ്. ഇതൊരു പുതിയ കാര്യമല്ല UDFനെ സംബന്ധിച്ച്. ഇതെല്ലാം രേഖകളുള്ളതാണ്. ഇപ്പോൾ 18 മാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ പൊള്ളുന്നല്ലോ. 2.5 വർഷം അന്നത്തെ രേഖ അനുസരിച്ച് VS അച്യുതാനന്ദൻ ഗവൺമെൻറ് വരുമ്പോൾ 2.5 മാസം പെൻഷൻ കൊടുത്തിരുന്നില്ല. 2.5 വർഷം പെൻഷൻ കൊടുത്തിരുന്നില്ല. 30 മാസക്കാലം പെൻഷൻ കൊടുത്തിരുന്നില്ല. ഇതെല്ലാം രേഖകളിലുള്ളതാണ്. പഴയ രേഖ നോക്കിയാൽ മതി. സാർ ആ പെൻഷൻ ഇപ്പം നിങ്ങളിങ്ങനെ 3 മാസത്തെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഡിസംബർ മാസം വരെ കിട്ടിയതിനെ പറ്റിയാണല്ലോ പറയുന്നത്. സാർ ആ 110 രൂപ 120 രൂപ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 500 രൂപയാക്കിയത് VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റാണ്. LDF ഗവൺമെൻറ്റാണ് 500 രൂപ ആക്കിയത്. അതിനുശേഷമാണ് പിന്നീട് 2011 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നത്. ആ ഗവൺമെൻറ് വന്നിട്ട് അവിടെ ആ സമയത്ത് എന്താ സാർ, ആ സമയത്ത് 500 രൂപ എന്നുള്ളത് ഒരു ഘട്ടത്തിൽ 600 രൂപ എന്ന് പറഞ്ഞു എന്നല്ലാതെ അത് കൊടുത്തില്ലല്ലോ. 18 മാസക്കാലം കൊടുത്തില്ല എന്നിവിടെ ചില കണക്കുകൾ അങ്ങ് പറഞ്ഞല്ലോ സാർ. UDFന്റെ ആയിട്ട് കൂട്ടിയില്ല, പക്ഷെ കൊടുക്കാതിരുന്നല്ലോ. അതിന് ധവളപത്രം ഇറക്കി ഓരോ ന്യായം പറഞ്ഞു സാർ. ഇവിടെ നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ 2/7/2015 ശ്രീ MK മുനീർ പറഞ്ഞ മറുപടിയാണ് ഈ കാര്യത്തിൽ നേരത്തെയൊക്കെ നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഉൾപ്പെടെ ഈ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകൾ വിതരണം ഏതൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ വിഭാഗത്തിന് എത്ര, അതിനകത്ത് ഏതൊക്കെ പദ്ധതികൾക്ക് എത്ര വർദ്ധിപ്പിച്ചു, കുടിശ്ശിക വന്നിട്ടുണ്ടോ എന്നുള്ളതിനകത്ത് കൃത്യമായി ഓരോ പെൻഷനും എത്ര മാസത്തെ കുടിശ്ശികയാണ് വരുത്തിയിട്ടുള്ളതെന്ന് വ്യക്തമാക്കാമോ? ആ കുടിശ്ശിക അടക്കമുള്ള എല്ലാ കണക്കുകളും ഇതിലുണ്ട്. കുടിശ്ശികയുടെ തുക വേറെ 2020 തോമസ് ഐസക്ക് ഒരു മറുപടി പറയുമ്പോൾ അതിനകത്ത് ശ്രീ രാജു എബ്രഹാം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിനകത്താണ് 1473 കോടി രൂപ കുടിശ്ശികയാണെന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ശ്രീ MK മുനീറിൻ്റെ 2 ചോദ്യോത്തരങ്ങളുണ്ട്. അത് ഇവിടെ 2007-2015 അതിനുശേഷം 2016 കൊടുത്ത ആ മറുപടി ഉൾപ്പെടെയുള്ള ഒരു കാര്യത്തിനകത്ത് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്, ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട് അത്രയും കുടിശ്ശികയുണ്ടെന്ന്. അത് മാത്രമല്ല, ഞാനിവിടെ ആവർത്തിച്ച് പറയുന്നു, അതിനുമുമ്പ് ശ്രീ AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 2.5 വർഷക്കാലത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ഭരണഘടന എന്ന് പറയുന്ന ഇതിനകത്തുള്ള ഈ പ്രൊവിഷനൊക്കെ ഇപ്പം കണ്ടെത്തിയത് നല്ലതാണ്. അത് ആ കാര്യമൊക്കെ കണ്ടെത്തിയത് നല്ലതാണ്. അപ്പം അത്രയും കാര്യം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ശ്രീ ജോസഫിന് അദ്ദേഹത്തിന് പെൻഷൻ നൽകിയ കാര്യം. സാർ, നേരത്തെ ഇങ്ങനെ പെൻഷൻ മുടക്കിയതിൻ്റെ കണക്കുകൾ ഞാൻ പറഞ്ഞു. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് രേഖകളിലുള്ളതാണ് സാർ. ഇത് പിന്നീട് കൊടുത്തു തീർത്തത് LDF ആണ് സാർ. ഈ പെൻഷൻ അങ്ങനെ കുടിശ്ശികയായി കിടക്കുന്ന സമയത്ത് 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഈ ഘട്ടത്തിലാണ് എന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ല. ആദ്യമേ 600 രൂപ ഉണ്ടായിരുന്നത് 400 രൂപ വർദ്ധിപ്പിച്ച് 1000 ആക്കി. ഓരോ ഘട്ടത്തിലായിട്ട് വർദ്ധിപ്പിച്ചു. ഏറ്റവും അവസാനം 400 രൂപ വർദ്ധിപ്പിച്ചു. അങ്ങനെ വർദ്ധിപ്പിച്ച് ഓരോ ഘട്ടത്തിലും കൊടുത്തുകൊണ്ടിരുന്നതാണ് സാർ. അങ്ങനെ നോക്കിയാൽ ഇനി ഒരു കണക്കൂടുണ്ട് സാർ. ഈ കണക്കുകൾ കള്ളം പറയില്ല. 9011 കോടി രൂപയാണ് 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത്. 5 വർഷം കൊണ്ട് 9011 കോടി. സാർ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ 5 വർഷക്കാലം കൊടുത്തത് 35,154 കോടി രൂപയാണ്. 35,154 കോടി രൂപ. സാർ, ഈ സർക്കാർ വന്നതിന് ശേഷം 2.5 വർഷം കൊണ്ട് 23,958 കോടി കൊടുത്തു. നിങ്ങൾ പറയുന്നല്ലോ എല്ലാം അങ്ങ് വെട്ടിക്കുറയ്ക്കുകയാണെന്ന്.
സാർ, ഈ രണ്ട് സർക്കാരിൻ്റെ 7 വർഷക്കാലം കഴിഞ്ഞപ്പോൾ 59,112 കോടി കൊടുത്തു. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട അവതാരകനും UDF നേതാക്കന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കണക്കൂടി ഞാൻ പറയാം. 23,952 എന്ന് പറഞ്ഞാൽ 24,000 കോടി രൂപ എന്ന് എടുക്കുക. 24,000 കോടി 2.5 വർഷം കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ 5 വർഷം പൂർത്തിയാകുമ്പോൾ ഇപ്പോഴുള്ള കണക്കനുസരിച്ച് തന്നെ 48,000 കോടി കൊടുക്കും. പക്ഷെ അതിൽ കൂടുതൽ കൊടുക്കണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. കൊടുക്കുകയും ചെയ്യും. അതായത് 35,000 കോടി 5 വർഷം കൊണ്ട് കൊടുത്ത 5 വർഷക്കാലത്തിന് ശേഷം ഇപ്പോഴത്തെ സ്ഥിതി തന്നെ ഈ 1,600 രൂപ ഇപ്പോൾ കൊടുക്കുകയാണല്ലോ. 1,600 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ 48,000 കോടി രൂപ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കൊടുക്കും. ഞാനിവിടെ പറയുന്നു, ഉത്തരവാദിത്തോടു കൂടി പറയുന്നു, അത് വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. വർദ്ധിപ്പിച്ച് കൊടുക്കും സാർ. അവിടെയാണ് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യകത വരുന്നത്. അതിനകത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ സഹകരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. സാർ, ഈ ക്ഷേമ പെൻഷൻ ഇങ്ങനെ കൊടുക്കാനായിട്ട് കൃത്യമായി കൊടുക്കുന്നതിനുള്ള സംവിധാനം എങ്ങനെ ഉണ്ടായി? നേരത്തെ നിങ്ങൾക്കറിയാം, 2.5 വർഷക്കാലം കൊടുക്കാതിരുന്നിട്ടും അതൊക്കെ ഒരു സാധാരണ സംഭവമാണ്. മുണ്ട് മുറുക്കി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അന്നാണ് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും മുണ്ട് മുറുക്കി കൊടുക്കണമെന്ന് പറഞ്ഞൊരു കാലമുണ്ട്. ഒരു പൈസ ഇല്ല, വിമാനത്തിന് ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാടകങ്ങൾ നടത്തിയല്ലോ അന്ന്. അതിനുശേഷം ഈ സർക്കാർ വന്ന് കഴിഞ്ഞ 1-ാം പിണറായി സർക്കാർ വന്നപ്പോൾ ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിനു മുമ്പ് 1 വർഷത്തിൽ 3 പ്രാവശ്യം കൊടുക്കുന്നത്. അത് വന്നതിന് ശേഷം 1 വർഷത്തിൽ 3 പ്രാവശ്യം കൊടുക്കുന്നത്. 3 ഉത്സവ സമയത്ത്, ഓണത്തിന്, വിഷുവിന്, ക്രിസ്മസിന്. ഓണം, ക്രിസ്മസ്, വിഷു ഇങ്ങനെയായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. 4 മാസത്തേക്ക് കൊടുക്കും. അത് മാസം തോറും കൊടുക്കണമെന്നുള്ള സമീപനം എടുത്ത് നടപ്പിലാക്കി തുടങ്ങിയത് പിണറായി സർക്കാരാണ്. 1-ാം പിണറായി സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അത് നമ്മൾ നടപ്പിലാക്കി. അതിനു വേണ്ടിയിട്ട് നമ്മൾ പെൻഷന് വേണ്ടി ഒരു കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി ഉണ്ടാക്കി. സാർ, ഇത്രയും വിവാദം ഉണ്ടാക്കി സാർ, ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത കാര്യത്തെ തെറ്റായിട്ട് കേരളത്തെയും ഇന്ത്യയിലാകെയും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ പറയുകയാണ് സാർ. എന്നിട്ട് ഈ കാര്യത്തിനകത്ത് ഇങ്ങനെ ഒരു പെൻഷൻ കമ്പനി ഉണ്ടാക്കി. ആ പെൻഷൻ കമ്പനി എന്താ ചെയ്യുന്നത്? സാധാരണഗതിയിൽ നമുക്ക് ഫണ്ടിൻ്റെ ലിക്വിഡിറ്റി പ്രശ്നമുണ്ട്. നമുക്ക് കേന്ദ്രത്തിൽ നിന്നും മറ്റൊക്കെ കിട്ടാനുള്ള പണം വരുന്നതിന് സമയമെടുക്കും. അപ്പോൾ നമ്മൾ ഈ കമ്പനി വെച്ചിട്ട് കമ്പനിയിൽ നിന്ന് ഫണ്ട് മൊബിലൈസ് ചെയ്യും, എന്നിട്ട് പെൻഷൻ കൊടുക്കും, എന്നിട്ട് തിരിച്ച് റീകൂപ്പ് ചെയ്യും. അങ്ങനെ റീകൂപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ കൊടുക്കുന്നതിന് പലിശ ഉണ്ടാവും, അത് നമ്മൾ കൊടുക്കും. ഇതാണ് പെൻഷൻ കമ്പനിയുടെ. സാർ, 34,000 കോടി രൂപ നമ്മൾ ഈ പെൻഷൻ കമ്പനി ഇപ്പോൾ ഞങ്ങൾ ഈ 2-ാം ഗവൺമെൻറ് ചുമതലയെടുക്കുമ്പോൾ അതിനകത്ത് കടം എടുത്തതുണ്ടായിരുന്നു. മൊത്തത്തിൽ 57,400 കോടി രൂപ പലപ്പോഴായിട്ട് കടമെടുത്തു. അത് മൊത്തം കൊടുത്തു തീർത്തു. അല്ലാതെ 57,400 രൂപ കടവോട് ഇട്ടേക്കുമല്ല, റോൾ ചെയ്യുന്നതാണ്, റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. 34,000 കോടിയായിരുന്നു ഈ ഗവൺമെൻറ് ഞാൻ ഈ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കുന്ന സമയത്തെ കണക്കേ പറഞ്ഞത്. ആ 34,000 കോടിയിൽ ഇപ്പോൾ 11,000 കോടിയേ ഉള്ളൂ. ബാക്കി മുഴുവൻ കൊടുത്ത് തീർക്കേണ്ടി ഒന്നും എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അവിടെയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം ചെയ്തൊരു സഹായം. ഈ പെൻഷൻ കമ്പനി വലിയ അപകടമാണ്. കിഫ്ബി വലിയ അപകടമാണ്. ഇത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ്. ഇത് വലിയ പരാതിയാണ്, പ്രശ്നമാണ്. സർക്കാരിനെ ആ കടത്തിലേക്ക് എത്തിക്കും എന്നുള്ള വലിയ പ്രവർത്തനം നടത്തിയിട്ട് CAG റിപ്പോർട്ടിൽ ഉൾപ്പെടെ ആ കാര്യങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ പണമെടുക്കാൻ പറ്റാത്ത സ്ഥിതി വന്നത്. സാർ, പെൻഷൻ്റെ കാര്യത്തിനകത്ത് വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ പെൻഷൻ എല്ലാവർക്കും പെൻഷൻ സംരക്ഷിച്ചു. PF ഉൾപ്പെടെ 4,000 രൂപ വരെ PF മേടിക്കുന്നവർക്ക് അത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കൊടുത്തു. വീട്ടിൽ കൊണ്ട് പെൻഷൻ കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. ഡയറക്റ്റായിട്ട് മേടിക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. സാറ്, 35 ലക്ഷത്തിൽ താഴെയായിരുന്നു 1-ാം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് 1-ാം പിണറായി സർക്കാർ വരുമ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 62 ലക്ഷത്തോളം പേരുണ്ടെന്നുള്ളത് അങ്ങേക്കറിയാം. സാർ, ഈ ഘട്ടത്തിൽ അത് കണക്കുകൾ കൃത്യമായിട്ടുണ്ട്. മൊത്തത്തിലുള്ള കണക്കുകളാണ്. ക്ഷേമനിധി പെൻഷൻ ഉൾപ്പെടെ 16 ക്ഷേമനിധിയിലെ കൊടുക്കുന്നതും എല്ലാം ചേർത്തിട്ടാണ്. 16 ക്ഷേമനിധി സർക്കാരാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ 62 ലക്ഷത്തോളം ഉള്ളത്. ഏതായാലും സാർ, ഇപ്പോ ഈ പെൻഷൻ കമ്പനിയെ അതിന്റെ കടം സംസ്ഥാനത്തിന്റെ കടമാക്കാൻ തീരുമാനിച്ചതോടുകൂടിയാണ് മൊത്തം താളം തെറ്റിയത്. സാർ, ഈ താളം തെറ്റിയതിന് എന്തെങ്കിലും ആത്മാർത്ഥത നിങ്ങൾക്കുണ്ടെങ്കിൽ വാസ്തവത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെയല്ലേ സമരം ചെയ്യേണ്ടത്? ജനങ്ങൾ സമരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ സമരം ചെയ്യേണ്ടത് യഥാർത്ഥം. ഞാനത് പറയുന്നില്ല. കാരണം ഈ കിഫ്ബിയും പെൻഷൻ കമ്പനിയൊക്കെ ഇങ്ങനെ ആക്കിയതിൻ്റെ പേരിൽ നിങ്ങളിങ്ങനെ ചെയ്തതാണ്. സാർ, ഇപ്പോഴാണെങ്കിൽ കടമെടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വലിയ തോതിൽ 57,400 കോടി രൂപയാണ് സാർ ഇപ്പോൾ കുറവ് വരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2017 മുതൽ 1,07,000 കോടിയാണ് ഈ പെൻഷൻ കമ്പനി മറ്റെടുത്തതിൻ്റെ പേരിലുള്ള കടം വെട്ടിക്കുറച്ചത്. നമുക്ക് എടുക്കാനുള്ള കടം ഇത്രയും പണം വെട്ടിക്കുറച്ചിട്ട്, അതുപോലെ UGC ഉൾപ്പെടെ
പലതിനും തരാനുള്ള പണം 5000 കോടിയോടും തരാനുള്ള ഒരു സ്ഥിതി നിൽക്കുക. അപ്പോൾ സാർ, ഇങ്ങനെ ഒരു സ്ഥിതിയിൽ ഞാൻ പറയുന്നു, ഈ 57,400 കോടി രൂപ നമുക്ക് അർഹമായത് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ LDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞ തരത്തിലേക്ക് ഈ ഗവൺമെന്റ് കാലത്ത് ആ 2500 ആക്കും. യാതൊരു സംശയമില്ല, ആക്കാൻ പറ്റും. ഞങ്ങൾക്ക് അതിനകത്ത് ആ സാമ്പത്തിക കാര്യത്തിൽ യാതൊരു സംശയമില്ല. 57,400 കോടി ഒരു വർഷം വെട്ടിയിട്ടും നിങ്ങളിതെല്ലാം നിന്നുപോകും, പെൻഷൻ നിന്നുപോകും, അടഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ട് ഒന്നും അടഞ്ഞു പോയില്ലല്ലോ. ശ്രീലങ്ക ആകുമെന്നല്ലേ ആദ്യം പറഞ്ഞത്. അപ്പം അവിടെ ഒരു കാര്യം എനിക്ക് റിക്വസ്റ്റ് ചെയ്യണം സാർ, ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് ഇപ്പോഴും നമ്മൾ വൈകിട്ടില്ല സാർ. ഇവിടെ പല കാര്യങ്ങളും ഇവിടെ നേരത്തെ അവതാരകൻ പറഞ്ഞു, അതിനകത്ത് വസ്തുതകളല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞു. ഒരു സാധ്യതയുണ്ട്, നമുക്കിപ്പോഴും ഒരു സാധ്യതയുണ്ട് സാർ. നമുക്ക് ഇത്ര ആളുകളുടെ കാര്യത്തിനകത്ത് സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടണം. അതാരായാലും കേരളത്തിലെ ഗവൺമെൻറ്റില്ല, LDF ആയാലും UDF ആയാലും നാളെ ഒരിക്കലും നിങ്ങൾ വരില്ല എന്ന് ഉറപ്പുള്ള അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇതൊന്നും കൊടുക്കരുത്, ഒന്നും കൊടുക്കരുത്, ഒന്നും കിട്ടരുത്, ഇത് തകരണമെന്നുള്ളത്. നാളെ വരുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടണമെന്നല്ലേ ആഗ്രഹിക്കുക. അപ്പോൾ 50,000 കോടി രൂപ ഒരു വർഷം കിട്ടാതിരുന്നാൽ 10 വർഷം ആകുമ്പോൾ 5 ലക്ഷം കോടിയല്ലേ കേരളത്തിന് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് സമയമുണ്ട്. ഞങ്ങൾ ഡൽഹിയിലേക്ക് ഒരു സമരത്തിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ സമരം നടത്തി. ഈ സമരത്തിനെ പറ്റിയുള്ള കാര്യം ആലോചിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യം വിളിച്ച് സംസാരിച്ചിരുന്നു. ഞാനും ആ യോഗത്തിൽ പങ്കെടുത്തു. അവിടെ പറഞ്ഞ ഒരു കാര്യമാണ്, കേരളത്തിന് ഇങ്ങനെ പൊതുവായൊരു പ്രശ്നമുണ്ട്, നമുക്ക് കേന്ദ്രത്തിൽ ഈ പ്രശ്നം ഉന്നയിക്കണം. എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉന്നയിക്കുന്നുണ്ടല്ലോ സാർ. അങ്ങയുടെ പാർട്ടിയുടെ നേതാക്കന്മാർ, സിദ്ധരാമയ്യ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ, അല്ലാതുള്ള മുഖ്യമന്ത്രിമാരൊക്കെ ഈ പ്രശ്നം ന്യായമാണ്, സംസ്ഥാനത്തിനെ ഫിസ്ക്കൽ ഫെഡറലിസത്തെ ബാധിക്കുന്ന പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ സമരത്തെപ്പറ്റി ആലോചിച്ച് പ്രതിപക്ഷത്തിനെ വിളിച്ച് സംസാരിച്ചു, നമുക്കൊന്ന് പോണ്ടേ, നിങ്ങളുടെ ഡേറ്റ് പറ. ഒറ്റ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു, ഞാനിവിടെ തുറന്നു പറയണം, ഒറ്റ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞുള്ളൂ, നമുക്ക് ഒരു ഡേറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, 9-ാം തീയതിക്കകം ചെയ്യണം. കാരണം 9-ാം തീയതി വരെയാണ് ലോക്സഭാ സമ്മേളനം, പാർലമെൻറ്റ് സമ്മേളനം. 9-ാം തീയതിക്ക് മുമ്പുള്ളൊരു ഡേറ്റ് നമുക്ക് കാണണം. ഞങ്ങൾ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടാണ് പ്രതിപക്ഷം പോയത്. ആ 9-ാം തീയതിക്കകം പിന്നീട് അറിയിച്ചില്ല. 8-ാം തീയതിയാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ ഈ കാര്യത്തിൽ യോജിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഇത് കേരളത്തിൻ്റെ പൊതുപ്രശ്നമാണ്. അങ്ങനെ നമുക്ക് ഒരുമിച്ച് യോജിച്ച് പോയിട്ട് ഇവിടെ ഈ പെൻഷൻ്റെ കാര്യം ഉന്നയിക്കുന്നത് പോലെ അവിടെ പോയി കേരളത്തിന് കിട്ടാനുള്ള പണം വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടി നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞ വസ്തുതകൾ, ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ആരുടെ കാര്യം പറഞ്ഞാലും സർക്കാരിനെ ഡിസ്റ്റെബിലൈസ് ചെയ്യുന്നു, സർക്കാരിന് കുഴപ്പം വരട്ടെ എന്നാലേ മാത്രം കാണരുത്. ഇത് ആത്മഹത്യ പോലുള്ള കാര്യങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിനല്ലേ വാസ്തവത്തിൽ ഈ സംഭവം ഉണ്ടാവുള്ളൂ. ഇതൊന്നും അല്ല, ഇതുമായി ബന്ധപ്പെട്ടതല്ല, പത്രക്കാർ തന്നെ ചെയ്തു. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ പറയാതെ ഈ കാര്യത്തിനകത്ത് ഇങ്ങനൊരു സമീപനം എടുക്കാൻ പാടില്ല സാർ. ഇത് നമ്മുടെ രാഷ്ട്രീയത്തിൽ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു പോകണം. ഒരു അവിശ്വാസ പ്രമേയം വന്നൊരു പുതിയ ഗവൺമെൻറ് വന്ന് പുതിയൊരു ഗവൺമെൻറ് വരുമ്പം ഔട്ട് ഓഫ് റേഞ്ച് ആയി പോകുന്ന MLA-മാരെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതല്ല വേണ്ടത്. സത്യസന്ധമായി കാര്യങ്ങൾ കൊണ്ടുപോകണം. ബീഹാറിൽ നിന്നൊക്കെ വരുന്ന കാര്യമുണ്ടല്ലോ, പലരും ഔട്ട് ഓഫ് റേഞ്ചാണ്, അവരെ കിട്ടുന്നില്ല. കാരണം ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാടിനകത്ത് സംസ്ഥാന ഗവൺമെൻറ് ഒരു കാര്യം എടുക്കുമ്പോൾ, സാധാരണക്കാരുടെ പെൻഷനും മറ്റ് ആനുകൂല്യം അടക്കമുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് യോജിച്ച് സംയുക്തമായിട്ട് പോകാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിനകത്ത് കേരളത്തിന് ഒരുമിച്ച് നിന്നിട്ട് ചെയ്യണം. ഈ കാര്യത്തിനകത്ത് പെൻഷൻ കൊടുക്കുന്നതിനകത്ത് ഈ വന്നതിനകത്ത് പറഞ്ഞൊന്നും വസ്തുതയല്ലെന്ന് ഞാൻ എടുത്തു പറഞ്ഞു. ഇനിയായാലും ഈ പെൻഷൻ കൃത്യമായി കൊടുത്തു തീർക്കാൻ പറ്റണം. നമുക്ക് ഈ മാർച്ച് മാസം വരെയുള്ള പണത്തിൽ തന്നെ തരാനുള്ളതിൽ വലിയ കട്ടിംഗ് ആണ് കേന്ദ്രത്തിൽ നിന്ന് വരുത്തിയത് എന്നുള്ളത് സഭയുടെ പൊതുവായ ശ്രദ്ധയ്ക്ക് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടാണ് സാധിക്കുക. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഒരു ക്ലാരിഫിക്കേഷനാണ്. ബഹുമാനപ്പെട്ട വിഷ്ണുനാഥ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു രേഖ മേശപ്പുറത്ത് വെക്കുന്നതായി പ്രസ്താവിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, സഭയുടെ റൂൾ ഓഫ് പ്രൊസീജിയർ കോഡ് ഓഫ് കോണ്ടാക്ട് ചാപ്റ്റർ 2 6 ക്ലോസ് A 6 ന്യൂമറിക്കൽ 6 ക്ലോസ് A, ഒരു അനൗദ്യോഗിക അംഗം ഒരു കടലാസോ രേഖയോ സഭയുടെ മേശപ്പുറത്ത് വെക്കുവാൻ ആഗ്രഹിക്കുന്ന പക്ഷം അതിൻ്റെ ഒരു പകർപ്പ് സ്പീക്കർക്ക് ആ കടലാസോ രേഖയോ മേശപ്പുറത്ത് വെക്കുന്നതിനായി അനുവാദം നൽകേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിയത്തക്കവണ്ണം അവയുടെ ഒരു പകർപ്പ് മുൻകൂട്ടി അദ്ദേഹത്തിന് നൽകേണ്ടതാണ്. ആ കടലാസോ രേഖയോ മേശപ്പുറത്ത് വെക്കുവാൻ സ്പീക്കർ ആ അംഗത്തെ അനുവദിക്കുന്ന പക്ഷം ആ അംഗത്തിന് അതിന് ഉചിതമായ സമയത്ത് മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. ഇങ്ങനൊരു ലെറ്റർ ചെയറിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ആ മേശപ്പുറത്ത് വെക്കണമെന്ന സഭ വിഷ്ണുനാഥിൻ്റെ ആവശ്യം തള്ളുകയാണ്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു. ഒപ്പോസിഷൻ സാർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം PC വിശ്വനാഥ് അവതരിപ്പിച്ചത് 2 വിഷയങ്ങളാണ്. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 50 ലക്ഷത്തോളം ആളുകൾ അല്ലെങ്കിൽ 48 ലക്ഷം ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരാണ്. 5 മാസമായിട്ട് അവർക്ക് ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്, ഇവിടെ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 മാസമായി കിട്ടിയിട്ടില്ല. അതിനൊരു മറുപടിയില്ല. രണ്ടാമത്തെ കാര്യം,
നമ്മൾ ഈ നിയമസഭയിൽ അതിപ്പോൾ കൊണ്ടുവരാനുള്ള റീസെൻ്റ് ഒക്കറൻസ് ആണ് ചക്കിട്ടപ്പാറയിലെ ജോസഫിൻ്റെ മരണം. സാർ, ഒരാൾ മുൻകൂട്ടി നോട്ടീസ് കൊടുത്ത് എനിക്ക് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നു. അയാൾ ആത്മഹത്യ ചെയ്യുന്നു. അയാൾ തൊട്ടപ്പുറത്തുള്ള ഒരു മരുന്നിൻ്റെ കുറിപ്പടിയിൽ ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എഴുതി വയ്ക്കും. എന്നിട്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് പെൻഷൻ കിട്ടാത്തത് കൊണ്ടല്ല എന്ന് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ധനകാര്യമന്ത്രി ഇവിടെ പറയുന്നത്? ഒരാൾ മുൻകൂട്ടി പറയുകയാണ് ഞാൻ ആത്മഹത്യ, എനിക്ക് പെൻഷൻ കിട്ടി, എനിക്ക് ജീവിക്കാൻ വയ്യ. അയാളുടെ ജീവിത സാഹചര്യം വളരെ വ്യക്തമായി ഇവിടെ വിശ്വനാഥ് പറഞ്ഞു. കാരണം ഭാര്യ മരിച്ചുപോയി, സ്ട്രോക്ക് വന്ന് തളർന്നിരിക്കുന്ന ഒരാളാണ്. നമ്മളിവിടെ ഈ ടൗണിലൊന്നും അല്ല താമസിക്കുന്നത്. അയാൾക്ക് ഈ ജംഗ്ഷനിലേക്ക് വരണമെങ്കിൽ 80 രൂപ തൊട്ട് 120 രൂപ വരെ കൊടുക്കണം. ഒരു വൺ വേ ഒരു ഓട്ടോറിക്ഷയ്ക്ക് വരണമെങ്കിൽ, ഒരു സാധനം മേടിക്കാൻ, ഒരു ചായ കഴിക്കാൻ വരണമെങ്കിൽ അത്രയും രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തു വരുന്നതൊരു ദൂരെയാണ്. അവിടെയാണ് 50 സെൻറ്റ് പട്ടയ ഭൂമിയുണ്ടെന്ന് പറയുന്നത്. അവിടെ കുന്നും പ്രദേശമാണ്, ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ്. മകളാണെങ്കിൽ ഭിന്നശേഷിക്കാരി, ഒരു മന്ദിരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അവിടെയും പണം കൊടുക്കണം. അയാളുടെ കയ്യിൽ പണമില്ല. 28,000 രൂപ ഒരു കൊല്ലത്തിനിടയിൽ കിട്ടിയാൽ ഒരാൾക്കൊരു കുടുംബത്തിന് ജീവിക്കാൻ കഴിയുമോ? 28,000 രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്ത് 28,000 രൂപ കിട്ടി. അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്നീ ഒരു വർഷം ധനകാര്യമന്ത്രി 28,000 രൂപ ഒരു വർഷം കിട്ടി. ആൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ പോലും ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാനുള്ള പൈസയില്ല 28,000 രൂപ. അത്ര സ്ഥിതിയിൽ എഴുതി വെച്ച് മരിച്ച ഒരാൾ. നിങ്ങളുടെ പോലീസ് ഇപ്പോഴും അന്വേഷിച്ചാൽ തീരൂല. ഏത് അതിൻ്റെ ആധികാരികതയെക്കുറിച്ച്, ആത്മഹത്യ ചെയ്ത ആൾ എഴുതി വെച്ച കുറിപ്പടിയുടെ ആധികാരികതയെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എത്ര ദിവസമായി? അപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ട് ആ ആത്മഹത്യയെ തെറ്റായ തരത്തിൽ ഈ നിയമസഭയിൽ പറഞ്ഞത് ധനകാര്യമന്ത്രിയാണ്. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്. നിങ്ങൾ ഈ 5 മാസം പെൻഷൻ കൊടുക്കാത്തത് തെറ്റല്ല, അതുകൊണ്ടൊരു കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് മാത്രം കിട്ടി ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളല്ലേ പാവങ്ങൾ മുഴുവൻ? മരുന്ന് മേടിക്കാൻ അവരുടെ കയ്യിൽ പൈസ ഉണ്ടോ? ഞാനൊന്ന് തീർത്തിട്ട് ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാൻ എൻ്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ എൻ്റെ അങ്ങ് തരാറില്ല ഒരിക്കലും. അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ കൈ ഉയർത്തിയാലും അങ്ങ് വഴങ്ങാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങക്ക് വഴങ്ങുന്നില്ല. അങ്ങ് ഒരാൾക്കും വഴങ്ങാറില്ല, എനിക്ക് പോലും വഴങ്ങാറില്ല. അതുകൊണ്ട് ഞാൻ വഴങ്ങുന്ന ആളുകൾക്ക് ഞാൻ വഴങ്ങും, അങ്ങ് വഴങ്ങാറില്ല. അതുകൊണ്ട് എന്നിട്ട് പറയാണ് ഇവിടെ വന്ന്, സാറേ മരുന്ന് മേടിക്കാൻ പണമില്ല, നിവർത്തിയില്ല. ഇവിടെ നിങ്ങൾ എന്തിനാ ബഹളം ഉണ്ടാക്കിയത്? മറിയച്ചെടുത്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ ഭിക്ഷാപാത്രവുമായി വഴിയിലിറങ്ങി, അവർ സംസാരിക്കുക എല്ലാവരോടും, അവരോട് മീഡിയ എല്ലാം അവരെടുത്ത് ചെന്നു. നിങ്ങൾ ദേശാഭിമാനി അവസാനം അവരോട് മാപ്പ് പറയേണ്ടി വന്നില്ലേ? അവരെക്കുറിച്ച് നിങ്ങളുടെ സൈബർ ഇടങ്ങളിൽ എത്രമാത്രം മോശം പ്രചരണമാണ് നിങ്ങൾ നടത്തിയത്. ഒരു സ്ത്രീ 86 വയസ്സുള്ള വന്ധ്യവയോധികയായ ഒരു സ്ത്രീയെ നിങ്ങൾ വെറുതെ വിട്ടോ? നിങ്ങളുടെ സൈബർ ഇടങ്ങളിൽ അവരെ ആക്രമിച്ച് അവർ ഭയങ്കര സ്വത്തുള്ള ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ആളാണ് എന്ന് നിങ്ങൾ വരുത്തി തീർത്തിട്ട് അവസാനം ദേശാഭിമാനി പത്രം തിരുത്തു കൊടുക്കേണ്ടി വന്നു. സോറി, ക്ഷമ ചോദിച്ചുകൊണ്ട്. എന്നിട്ടും നിങ്ങളുടെ സൈബർ ഇടങ്ങളിൽ 86 വയസ്സുകാരിയെ ആക്രമിക്കുന്നത് ഇതുവരെ നിർത്തിയിട്ടില്ല. ഇത് തന്നെയാണ് ജോസഫിന്റെ പ്രശ്നം. ഇത് തന്നെയാണ് ആന്തൂരിലെ സാജന്റെ പ്രശ്നം. മരിച്ചാലും നിങ്ങൾ വെറുതെ വിടില്ല. നിങ്ങളുടെ കുറ്റങ്ങൾ മറച്ചു വയ്ക്കാനാണ്. നിങ്ങൾ 5 മാസമായി ഈ പണം കൊടുക്കുന്നില്ല. എന്നിട്ട് പഴയ കണക്ക് പറയുക. പഴയ കണക്ക് ഇവിടെ വളരെ വ്യക്തമല്ലേ? നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ. ഇത് തോമസ് ഐസക് ഇറക്കിയ ധവളപത്രത്തിൽ പറയുകയാണ്, ആകെ കുടിശ്ശികയാണ്, ബാധ്യത തീർക്കേണ്ടതാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 806 കോടി. ഏത് 2016 ആകെ ബാക്കിയുള്ളത് 806 കോടി. ഏത് ഗവൺമെന്റ് വന്നാലും വരും. താങ്കൾ പറഞ്ഞല്ലോ അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് 400 രൂപയായിരുന്നു. നിങ്ങൾ തന്ന മറുപടിയാണ്. KN ബാലഗോപാൽ ധനകാര്യമന്ത്രി തന്ന മറുപടി ഞാൻ വായിക്കാം. 300 രൂപയായിരുന്നു 1/4/2010. 2011 അധികാരത്തിൽ നിന്ന് ഒഴിയുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ചു 300-400 രൂപയാക്കി. ആ ലാസ്റ്റ് ബജറ്റിൽ 300-400 രൂപയാക്കി അച്യുതാനന്ദൻ ഗവൺമെന്റ്. ആ പണം കൊടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അധികാരത്തിൽ വന്നിട്ട് 400 രൂപ കൊടുത്തത്. സാർ, ഞങ്ങളത്
2013 500 രൂപയാക്കി. പിന്നീട് 2014 600 രൂപയാക്കി. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 1100 രൂപയും 1200 രൂപയാക്കി ഞങ്ങൾ വർദ്ധിപ്പിച്ചു. പിന്നെ അച്യുതാനന്ദൻ, ഇത് കെ എൻ ബാലഗോപാൽ എന്ന ധനകാര്യമന്ത്രി നിയമസഭയിൽ തന്ന മറുപടിയാണ്. ഇനി അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് 16 ലക്ഷം പേർക്കാണ് കൊടുത്തത്. ഉമ്മൻചാണ്ടി സർക്കാർ ഇത് കൊടുത്തത് 34 ലക്ഷം പേർക്കായിട്ട് വർദ്ധിപ്പിച്ചു. സ്വാഭാവികമായിട്ട് ആ വർധന ഇരട്ടിയിലധികം ആളുകൾക്ക് വർദ്ധിപ്പിച്ചു, ഇരട്ടിയിലധികം 16 ലക്ഷത്തിൽ നിന്ന്. അങ്ങ് പറഞ്ഞ മറ്റേ ക്ഷേമനിധി പെൻഷനും കൂടി കൂട്ടിയ അത് 44 ലക്ഷവും 44 ലക്ഷവും ഏത് 16 നിന്ന് 44 ആവും അത് കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ ഇതൊക്കെ ഓരോ കാലത്തും ഗവൺമെന്റ് പണം ആ ഗവൺമെന്റിന്റെ സാഹചര്യങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞു കുടിശ്ശിക. അങ്ങേ പോലെ ഒരാൾ മാതൃഭൂമി പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെന്ന് പറയാമോ? ഇത് ഇവിടെ തന്ന മറുപടിയാണ്. ഈ സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ, അതായത് നവംബർ, ഡിസംബർ, ജാനുവരി വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവ കുടിശ്ശികയുണ്ടായിരുന്നു. ഇനി ആ 3 മാസത്തെ കുടിശ്ശിക വരുത്തിയതിൻ്റെ കാരണം കൂടി തോമസ് ഐസക് പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2015 ഫെബ്രുവരി മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് DBT സംവിധാനത്തിൽ, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിൽ വിതരണം ചെയ്തു വരികയായിരുന്നു. DBT സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലവും തെറ്റായ രേഖപ്പെടുത്തലുകൾ, ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലമുള്ള കുടിശ്ശികയാണ്. മനസ്സിലായോ? പണം കൊടുത്തു സർക്കാർ, ടെക്നിക്കൽ റീസൺസ് കൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വന്നിരിക്കുന്നത്. ആ കുടിശ്ശിക എത്രയാണ്? ഇത് ഡോക്യുമെന്റ് ആണ്. ഇത് അസംബ്ലിയിൽ ടേബിൾ ചെയ്ത ഡോക്യുമെന്റ് ആണ്. 806 കോടി രൂപ. നിങ്ങൾ MLA ഇത് പറയുമ്പോൾ പരിഹസിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് വിശ്വനാഥ് പറഞ്ഞതുപോലെ ഒരു നറേറ്റീവാണ്, ഒരു ഗീബൽസിയൻ മോഡൽ, ഒരു നറേറ്റീവാണ്. നിങ്ങൾ പോലും വിശ്വസിച്ചിരിക്കുക 18 മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടി സർക്കാർ വരുത്തിയെന്നും ഒരു നുണ 1000 വട്ടം ആവർത്തിച്ച് പറയുമ്പോൾ സത്യമായി മാറുമെന്നുള്ള ഒരു നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ചീട്ടുകൊട്ടാരമാണ്. ഞാൻ വിശ്വനാഥിനെ അഭിനന്ദിക്കുന്നു. ഈ നിയമസഭയിൽ അത് ചീട്ടുകൊട്ടാരമാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. പച്ചക്കള്ളം നിങ്ങൾ പ്രചരിപ്പിച്ചാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെയുള്ള കാലത്ത് നിങ്ങൾ പ്രചരിപ്പിച്ച കാര്യങ്ങളാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരുത്തി? ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നവർക്ക് ഇത് കൊടുക്കാൻ പാടില്ല. ക്ഷേമനിധി പെൻഷൻ അവരുടെ അംശാദായം കൊണ്ട് അവരൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അവർ 60 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വേറെയല്ലേ? അവരുടെ കോൺട്രിബ്യൂഷൻ അവർ കൊടുത്തിട്ട് കിട്ടുന്ന എത്ര പേരെ നിങ്ങൾ മാറ്റി? ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഇളവുകൾ വരുത്തി കൂടുതൽ ആളുകൾക്ക് കൊടുത്തു. പിന്നെ അന്ന് കൊടുത്തത് 600 രൂപയല്ലേ? ഇപ്പൊ കൊടുത്ത 1600 രൂപയല്ലേ? ശരിയാണ്. അന്ന് അരിയുടെ വില 28 രൂപയാണ്, ഇന്ന് അരിയുടെ വില 60 രൂപയാണ്. വർഷം എത്രയായി? 7.5 വർഷത്തിന് മുമ്പ് ഉള്ള വിലയാണ്. മരുന്നിന്റെ വിലയൊക്കെ എത്ര ഇരട്ടിയായി? വില വർധനവ് 200% വില വർധനവ്, 200 മുതൽ 300% വരെ വില വർധനവ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കാലത്ത് 9000 കോടി കൊടുത്ത്, ഞങ്ങളുടെ കാലത്ത് 28000 കോടി കൊടുത്ത്. ഞാൻ ചോദിക്കട്ടെ, എന്നാ പിന്നെ EMSന്റെ കാലം തൊട്ട് എടുക്കാൻ പറ്റും? അന്നത്തെ ഇക്കോണമി എന്താണ്? അന്ന് കൊടുക്കുന്ന പെൻഷൻ എന്താണ്? അന്നത്തെ കണക്ക് ഇന്നത്തെ കണക്കും വെച്ച് താരതമ്യം ചെയ്യുക. ഓരോ ഗവൺമെന്റും മാറി വരുമ്പോൾ ഇക്കോണമിയുടെ സൈസ് കൂടും. മാത്രമല്ല ആളുകളുടെ ജീവിത ചെലവ് വർദ്ധിക്കും. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് നിങ്ങൾ ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെക്കുന്നത്? എന്നാ പിന്നെ EMSന്റെ കാലത്ത് കൊടുത്ത ശമ്പളം കൊടുത്താൽ പോരെ? ഇപ്പോൾ 5 കൊല്ലം കൂടുമ്പോൾ പേ കമ്മീഷൻ വെച്ച് നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന എന്തിനാ? 5 കൊല്ലം കൂടുമ്പോൾ പേ കമ്മീഷൻ വെക്കുന്ന എന്തിനാ? അപ്പോൾ ആ ചെലവ് ജീവിത ചെലവ്. പ്ലീസ് സർ. സർ, ഈ ബാക്ക് ബെഞ്ചിൽ നിന്ന് അങ്ങനെ പറയും. സർ, ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ദയവ് ഇത് ബഹളം ഉണ്ടാക്കല്ലേ. നിങ്ങൾ
നിങ്ങൾ ലിൻഡോ പ്ലീസ് അവിടെ ഇരിക്കെ. യെസ് നിങ്ങൾ സംസാരിച്ചോ. ഒരു പിടിയെ കുറിച്ചൊന്നും ഇല്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷം സംസാരിച്ചോ. അല്ലല്ല, അങ്ങ് അവരെ നിയന്ത്രിക്കുന്നു. പ്ലീസ് അവിടെ ഇരിക്കെ. അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. ലാസ്റ്റ് ഇനി അത്രയേ ഉള്ളൂ സമയം. പ്ലീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യ്. പ്ലീസ് അവിടെ ഇരിക്കെ. നിങ്ങൾ സംസാരിക്കുക സാർ. അതുകൊണ്ട് കാലാകാലങ്ങളിൽ പെൻഷൻ, ശമ്പളം ഇതെല്ലാം നമ്മൾ വർദ്ധിപ്പിക്കും. പെൻഷൻ, ശമ്പളം ഇതെല്ലാം നമ്മൾ വർദ്ധിപ്പിക്കും. അയാളുടെ ജീവിത ചെലവ് വർദ്ധിക്കുന്ന അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഗവൺമെന്റ് ഇത്രേ കൊടുത്തുള്ളൂ, ഞങ്ങളുടെ ഗവൺമെന്റ് ഇത്രേ കൊടുത്തു എന്നുള്ള പറയുന്നതെന്നും അതൊന്നും ശരിയായ കണക്കല്ല. അതിന്റെ ഒരുപാട് വ്യത്യാസം വരും. ഞാൻ വേണമെങ്കിൽ പ്ലീസ്, ഞാൻ വഴങ്ങുന്നില്ല, പ്ലീസ്. ഞങ്ങൾ നിങ്ങൾ സംസാരിച്ചോ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിച്ചോ. ഈ സഭയിലെ ഏറ്റവും ശബ്ദമുള്ള ആളുകൾ എഴുന്നേറ്റ് നിന്ന് ബഹളം ഉണ്ടാക്കി. അങ്ങ് സംസാരിച്ചോ. പ്ലീസ് അങ്ങ് സംസാരിച്ചു. സമയം പോകണ്ട. അല്ലല്ല, ഞാൻ പറയാനുള്ള പോയിന്റ് അവസാനിപ്പിച്ചു. എന്നെ തടസ്സപ്പെടുത്തി സമയം കളയാന്ന് വിചാരിക്കണ്ട. ഞാൻ പറയണല്ലോ, എനിക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ടല്ല. പിന്നെ മന്ത്രി പറഞ്ഞല്ലോ 18-20 മിനിറ്റ് പറഞ്ഞല്ലോ, 2 പ്രാവശ്യമായിട്ട് 25 മിനിറ്റ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞങ്ങളാണ് തടസ്സം ഉണ്ടാക്കിയത്. അല്ല, ഞങ്ങളാണ് തടസ്സം ഉണ്ടാക്കിയത്. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് ഉണ്ടാക്കി. ഞങ്ങൾ പറഞ്ഞു അതിന്റെ അപകടം പറഞ്ഞു. സാറേ, ഞങ്ങൾ വൈറ്റ് പേപ്പർ ഇറക്കി 2 ഞങ്ങൾ അതിന്റെ അപകടം പറഞ്ഞു. കിഫ്ബിയിലൂടെ എക്സ്ട്രാ ബജറ്ററി ആയിട്ട് പണം മേടിക്കുക. നിങ്ങൾ ഇലക്ഷൻ കാരണം കഴിഞ്ഞ ഇലക്ഷൻ രണ്ടാമത് ജയിക്കാൻ വേണ്ടിയിട്ട് ഈ പുറത്ത് നിന്ന് തോമസ് ഐസക്ക് പുറത്ത് നിന്ന് പണം ഉണ്ടാക്കി പെൻഷനൊക്കെ കൊടുത്താണ്. പുറത്തുനിന്ന് പണം ഉണ്ടാക്കി. ഇപ്പോൾ അങ്ങ് ധനകാര്യമന്ത്രിയായിരുന്നുകൊണ്ട് അതിനെ അനുഭവിക്കുകയാണ്. വരാനിരിക്കുന്ന സർക്കാരുകൾ അനുഭവിക്കുമെന്ന് ഞങ്ങൾ മുൻകൂട്ടി പ്രവചന സ്വഭാവത്തിൽ പറഞ്ഞു. കാരണം എന്താ, ഞങ്ങൾ പറഞ്ഞ വാചകം ഇവിടെ കിഫ്ബിയുടെ ബില്ല് വന്നപ്പോഴും ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനെ കുറിച്ച് വന്നപ്പോഴും കൃത്യമായി ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ എന്താ പറഞ്ഞത്, എക്സ്ട്രാ ബജറ്ററി എടുത്തു കഴിഞ്ഞാലും ഗവൺമെന്റിന്റെ സോവറിൻ ഗ്യാരണ്ടി അവിടെയുണ്ട്. ഈ കിഫ്ബിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും സെൽഫ് ഇൻകം ജനറേറ്റീവ് അല്ലല്ലോ. സെൽഫ് ഇൻകം ജനറേറ്റിംഗ് അല്ല. നിങ്ങൾ ഈ നാഷണൽ ഹൈവേയുടെ കാര്യം പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊടുക്കും. എന്താ കാര്യം, നാഷണൽ ഹൈവേക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പണം എടുക്കുമ്പോൾ, പഴയ കാലം പോലെ എടുക്കും, ഞങ്ങളുടെ കാലം പോലെ എടുക്കുമ്പോൾ അത് ഇൻകം ജനറേറ്റീവ് ആണ്. ടോള് കിട്ടുന്ന പൈസ നേരെ പോകുന്നത് NH നാഷണൽ ഹൈവേ അതോറിറ്റി എടുക്കുന്ന പണത്തിന് പോവാണ്. ഇവിടെ കിഫ്ബിയുടെ കയ്യിൽ നിന്ന് ഒരു സെൽഫ് ജനറേറ്റിംഗ് അല്ല. അതുകൊണ്ട് എന്താ, അതിൻ്റെ അന്തിമമായ ബാധ്യത മുഴുവൻ തിരിച്ച് ബജറ്റിലേക്ക് വരും. അത് ബജറ്റിലേക്ക് വന്നു. അതിൻ്റെ പിരിമുറുക്കം നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്ത ഒരു തെറ്റ് അന്ന് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചാണോ ഞങ്ങളുടെ കുഴപ്പം? ഈ പെൻഷൻ ഫണ്ടും എക്സ്ട്രാ ബജറ്ററിയാണ്. പിന്നെ എന്താ അതിൻ്റെ ക്രെഡിബിലിറ്റി? ബജറ്റിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്? ബജറ്റിൻ്റെ വിശ്വാസ്യതയും ബജറ്റിൻ്റെ പവിത്രതയും എന്താണ്? എക്സ്ട്രാ ബജറ്ററി ലോൺ എടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം അതിൻ്റെ പ്രഷർ മുഴുവൻ നിങ്ങൾക്കിപ്പോൾ ബജറ്റിനകത്തേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ അത് കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. സഞ്ചിത നിധിയിൽ നിന്ന് പണമെടുത്ത് നിങ്ങൾ കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ടായി. എന്നിട്ട് നിങ്ങൾ ഞെരുങ്ങിയിട്ട് ഞങ്ങൾ പറഞ്ഞല്ലേ ചെയ്യരുത്, അപകടമാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ പറ്റിയിരിക്കുന്നത്? ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താ, പുതിയ സീക്രട്ട് സെക്ഷനിൽ നിന്ന് ഓർഡർ ഇറക്കിയിരിക്കുന്നു. എന്താ, ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൽ പെൻഷൻ ലിമിറ്റഡ് കമ്പനിക്ക് മാറ്റം, വിച്ച് വുഡ് ബി സർവീസ്ഡ് ബൈ ദ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ് ത്രൂ ഇറ്റ്സ് ബജറ്റ്. ഇനി ഞങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ ആ കമ്പനിയുടെ കാശ് മുഴുവൻ ഞങ്ങൾ ബജറ്റിലൂടെ തരാം. അതാ നേരത്തെ പറഞ്ഞത്, ബജറ്റിലൂടെ കൊടുക്കേണ്ടി വരും. അതിന്റെ പ്രഷറാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി പിന്നെ നിങ്ങളുടെ ദൂർത്ത്. മുഖ്യമന്ത്രി എത്ര അഭിമാനത്തിലാണ് കേരളീയം നടന്ന് ലോകം മുഴുവൻ ശ്രദ്ധിച്ചെന്നാ പറഞ്ഞത്. ഈ മഴയത്ത് നിങ്ങൾ ഓണത്തിന് എത്ര ദിവസം ഈ പരിപാടിയൊക്കെ നടത്തിയത്? അത് കഴിഞ്ഞ് 2 മാസം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ തുലാവർഷക്കാലത്ത് ഈ ചെളി പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും ഇതൊരു പരിപാടി നടത്തും ഇതുപോലത്തെ? എന്നിട്ട് പണമില്ലാത്ത കാലമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രയോറിറ്റി അല്ലേ? ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ പ്രയോറിറ്റിയാണ്. നിങ്ങളുടെ പ്രയോറിറ്റി ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കണമെന്നാണോ? അതോ കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിൻ്റെ പണം നിങ്ങൾ 5 മാസമായി കുടിശ്ശിക എടുത്തേക്കുക അത് കൊടുക്കണമെന്നാണോ? അല്ലേ ഈ മഴക്കാലത്ത് തുലാവർഷക്കാലത്ത് തിരുവനന്തപുരത്ത് എത്ര കോടി രൂപ മുടക്കി പരിപാടി നടത്തുന്നതാണോ നിങ്ങളുടെ പ്രയോറിറ്റി? യു ഹാവ് ടു ഡിസൈഡ്. അപ്പൊ നിങ്ങൾ ലോകത്തോട് ഉറക്കെ പറയാണ്, ഈ സർക്കാരിന്റെ പ്രയോറിറ്റി 5 മാസത്തെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്നതല്ല,
ഈ സർക്കാരിന്റെ പ്രയോറിറ്റി കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിന്റെ പണം കൊടുക്കുന്നതല്ല. ഈ സർക്കാരിന്റെ പ്രയോറിറ്റി കേരളീയം നടത്തുകയാണ്, നവകേരള സദസ്സെന്ന ആർഭാടം നടത്തുകയാണ്. നിങ്ങൾ പറയാണ്, ഞങ്ങൾ പറയുന്നു അതാകരുത്. പ്രതിപക്ഷമാണ് ഞങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി ധാർമ്മികമായ ബോധ്യത്തോടുകൂടി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, ദയവ് ചെയ്ത് ധൂർത്തും അഴിമതിയും ആകരുത് നിങ്ങളുടെ പ്രയോറിറ്റി. നിങ്ങളുടെ പ്രയോറിറ്റി ലക്ഷക്കണക്കിന് വരുന്ന മരുന്ന് മേടിക്കാൻ പണമില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവർത്തിയില്ലാത്ത ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതായിരിക്കണം. അത് തയ്യാറാണോ? അതാകുമോ നിങ്ങളുടെ പ്രയോറിറ്റി? അതാകണം സാർ. ഇത് 50 ലക്ഷം പേരെ ബാധിക്കുന്ന വിഷയമാണ്. 50 ലക്ഷം പേര് സാർ. ഒരു വിട്ടുവീഴ്ചയില്ല. നിങ്ങൾ കൊടുത്തേ മതിയാവൂ. നിങ്ങൾ കൊടുത്തേ മതിയാവൂ. അത് ഉറപ്പ് കൊടുക്കണം. നിങ്ങൾ ഈ മാസം ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ച ഇത് കൊടുക്കും എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു.